പ്രിയമുള്ളവരെ നമസ്കാരം. ഇന്ന് ഞാൻ രത്നശാസ്ത്രത്തിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പ്രതിപാദിച്ചതുപോലെ റൂബി സ്റ്റോണിനെ കുറിച്ചാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. അതിലടങ്ങിയിരിക്കുന്ന മിനറൽസ് എന്താണ്, ആ മിനറൽസ് ഏത് തരത്തിലാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ക്രിയേറ്റീവ് ഫോഴ്സ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇന്നത്തെ വീഡിയോയിൽ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടൊരു കല്ലാണ് ബ്ലൂ സഫയർ. ബ്ലൂ സഫയർ എന്ന് പറയുന്നത് ഇന്ദ്രനീലം, രത്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്നും പൊതുവിൽ വിശ്വാസപ്രകാരം ശനിദശയ്ക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതുമായിട്ടുള്ള ശനീശ്വര ഭഗവാന്റെ സ്റ്റോണായിട്ട് തന്നെ അറിയപ്പെടുന്ന ഇന്ദ്രനീലമാണ്. ഇന്ദ്രനീലം വളരെ പ്രാചീന കാലം മുതൽക്ക് തന്നെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ബാഡ് എനർജീസിനെ പുറന്തള്ളുവാൻ ഏറ്റവും നല്ലൊരു ഫോഴ്സായിട്ട് ഇന്ദ്രനീലം പ്രവർത്തിക്കാറുണ്ട്. ഇന്ന് ഞാൻ പറഞ്ഞു വരുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ദ്രനീലത്തിൻ്റെ അതിവിശിഷ്ടമായിട്ടുള്ള ഘടനയെക്കുറിച്ചാണ്. ആ ഘടനയിൽ ഇന്ദ്രനീലത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴും പറയുമ്പോൾ നീലം എന്നുള്ളൊരു കളറ് അതിലുണ്ട്. അതുപോലെ തന്നെ ഇന്ദ്രനീലം എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുള്ളാണ്, കാണാൻ ഏറ്റവും മനോഹാരിതയുള്ള റിഫ്ലക്ഷൻസ്, ലൈറ്റ് റിഫ്ലക്ഷൻസ് വരുമ്പോൾ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് അതിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സ്റ്റോണാണ് ഇന്ദ്രനീലം. അപ്പോൾ ഇന്ദ്രനീലത്തിനെ കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, പ്രാചീന കാലത്ത് വന്ധ്യത ട്രീറ്റ്മെൻറ്റിന് വരെ ഇന്ദ്രനീലം യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പറയുന്നതല്ല, ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇന്ദ്രനീലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇന്ദ്രനീലത്തിന് എങ്ങനെയാണ്, ഇന്ദ്രനീലത്തിൽ അടങ്ങിയിരിക്കുന്ന കൊറണ്ടം സ്പീഷ്യസിൽ വരുന്ന ഇന്ദ്രനീലത്തിൽ അടങ്ങിയിരിക്കുന്ന ധാതു എന്താണ്, ഇന്ദ്രനീലത്തിൽ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലേക്കുള്ള നെഗറ്റീവ്സ് എനർജിയെ, അതായത് നമുക്കുണ്ടാകുന്ന എല്ലാ നെഗറ്റീവ്സ് എനർജിയും പുറന്തള്ളാൻ സാധിക്കപ്പെടുന്നത്, പ്രകാശം അതിലേക്ക് പതിക്കുമ്പോൾ എങ്ങനെയാണ് എനർജി ഉണ്ടാകുന്നത്, അതിനെങ്ങനെയാണ് നീല കളർ വരുന്നത്. ഇന്ദ്രനീലത്തിൽ അടങ്ങിയിരിക്കുന്നത് ടൈറ്റാനിയം ആൻഡ് അയറൺ മിനറൽസിൻ്റെ ഒരു മോളിക്യൂൾസും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇരുമ്പിൻ്റെ അംശം, മലയാളത്തിൽ പറഞ്ഞാൽ ഇരുമ്പിൻ്റെ അംശം നമ്മുടെ ശരീരത്തിൽ ബോഡിയുടെ ഒരു പാർട്ടാണ്. ഇരുമ്പ് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യപരമായിട്ടുള്ള എല്ലുകളുടെ ഘടന, അസ്ഥികളുടെ ഘടനയ്ക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ടൈറ്റാനിയവും അയറണുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ, ഒരു മോളിക്യൂൾ ഫോർമേഷൻ ഇന്ദ്രനീലത്തിലേക്ക് രൂപാന്തരപ്പെടുമ്പോൾ അതിൻ്റെ കളർ ബ്ലൂ ആയിട്ട് കാണപ്പെടുന്നു. അപ്പോൾ ഈ മോളിക്യൂൾസ്, ടൈറ്റാനിയം എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പ്രതിപാദിച്ചതുപോലെ പീരിയോഡിക് ടേബിൾ, ടൈറ്റാനിയം എന്ന് പറയുന്നതും അയറൺ എന്ന് പറയുന്ന ഇരുമ്പെന്ന് പറയുന്നതും ഒക്കെ നമുക്ക് ഒരുപാട് നമ്മുടെ നിത്യജീവിതത്തിൽ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു കണ്ടൻ്റാണ് ഇരുമ്പ്. അപ്പോൾ ഇതിലേക്ക് പ്രകാശം പതിക്കുമ്പോഴുണ്ടാകുന്ന ഒരു എനർജി, ആ എനർജിയാണ് ഇന്ദ്രനീലത്തെ ശക്തിയുള്ള ഒരു രത്നത്തിൽ ശക്തിയുള്ളൊരു സ്റ്റോണാക്കി മാറ്റുന്നത്. രത്നക്കല്ലുകൾ ഞാൻ ധരിക്കണമെന്ന് നിങ്ങളോട് പറയുമ്പോൾ രത്നക്കല്ലുകൾ ധരിക്കേണ്ട രീതിയിൽ ധരിച്ചാൽ ഗുണം കിട്ടുമെന്ന് പറയുന്നത് ഇതിലടങ്ങിയിരിക്കുന്ന ധാതുക്കളുടെ ഒരു ഉപയോഗം കൊണ്ട് തന്നെയാണ്. ഈ ധാതുക്കളിലേക്ക് പ്രകാശം ഉണ്ടാകുമ്പോൾ എങ്ങനെ റേഡിയേഷൻ ഉണ്ടാകുന്നു? നാച്ചുറൽ രത്നങ്ങൾ ധരിക്കുമ്പോൾ റേഡിയേഷൻ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അതിലടങ്ങിയിരിക്കുന്ന ധാതുക്കളാണ്. അപ്പോൾ ആ ധാതുക്കളിലേക്ക് പ്രകാശം പതിക്കുമ്പോഴുണ്ടാകുന്ന ഒരു എനർജിയും ആ എനർജി നമ്മുടെ ശരീരത്തിലേക്ക് പാസ് ഔട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബാഡ് എനർജീസിനെ മാറ്റാൻ വേണ്ടി സാധിക്കുകയും ചെയ്യുന്നു. ശനീശ്വര ഭഗവാൻ എന്ന് പറയുന്നത് ഞാൻ വിശ്വാസപ്രകാരം പറയുന്നതാണ്. ശനീശ്വരൻ എന്ന് പറയുന്നത് സത്യത്തിൻ്റെ ദേവനാണ്. ശനി എന്ന് പറയുന്നത് ഒറ്റ കാര്യം, അദ്ദേഹം ശനീശ്വര ഭഗവാൻ പ്രവർത്തിക്കുന്നത് സത്യത്തിന് വേണ്ടിയിട്ടും നീതിക്ക് വേണ്ടിയിട്ടുമാണ്. അപ്പോൾ ഈ ശനി കാലഘട്ടത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയത്വം ഉണ്ടാവും ഓരോ വ്യക്തികളും. അപ്പോൾ ആ സമയത്തൊക്കെ ഇപ്പോൾ ഇന്ദ്രനീലം ധരിക്കാൻ വേണ്ടിയിട്ട് പൊതുവിൽ ശനീശ്വര ഭഗവാന്റെ സ്റ്റോണാണ്. അപ്പോൾ അത്രയും ബ്രൈറ്റ്നസ്, അത്രയും ഒരു ഇമ്പാക്റ്റ് ആ സ്റ്റോൺ ഉണ്ടാവും. അത് ഋഷിവര്യന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. പൊതുവിൽ രത്നങ്ങളെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ബ്ലൂ സഫയർ എന്ന് പറയുന്നത് ഒരു മോസ്റ്റ് പ്രീഷ്യസ് സ്റ്റോൺ എന്ന് നമുക്ക് തന്നെ പറയാൻ സാധിക്കും. നമുക്ക് ഈ രത്നങ്ങളെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ നമുക്ക് എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാനിപ്പോൾ റൂബിയെക്കുറിച്ച്, ബ്ലൂ സഫയറിനെ കുറിച്ചാണ് ഇന്നത്തെ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ബ്ലൂ സഫയറിനെ കുറിച്ച് പറയുമ്പോൾ ഈ നാച്ചുറൽ രത്നങ്ങൾ നിങ്ങൾ ധരിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ചിട്ടാണ്. അത് എങ്ങനെ നിങ്ങളുടെ ശരീരത്തിലേക്ക് ഒരു എനർജി പ്രൊവൈഡ് ചെയ്യുന്നു. അത് സിന്തറ്റിക്കിൽ കിട്ടില്ല, ഗ്ലാസ്സിൽ കിട്ടില്ല,
നോർമലായിട്ട് മാനുഫാക്ചർ ചെയ്യുന്ന, മനുഷ്യനിർമ്മിതമായിട്ട് മാനുഫാക്ചർ ചെയ്യുന്നതിൽ കിട്ടില്ല. ഈ രൂപാന്തരപ്പെടുന്ന വർഷങ്ങളോളം ഭൂമിക്കടിയിൽ രൂപാന്തരപ്പെടുന്നത് നാച്ചുറലായിട്ട് അതിലുണ്ടാകുന്ന മിനറൽസ്, ആ മിനറൽസിലെ ഫോർമേഷനിലേക്ക് നമ്മുടെ ലൈറ്റ് എഫക്റ്റ് ഉണ്ടാവുമ്പോൾ കൃത്യമായിട്ടും ഒരു റേഡിയേഷൻ തെറാപ്പി നമ്മുടെ ബോഡിയിൽ രൂപാന്തരപ്പെടുന്നു. ഇതാണ് രത്നങ്ങൾ. ഇങ്ങനെയാണ് രത്നങ്ങൾ പ്രവർത്തിക്കുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തിയോ ഏതെങ്കിലും ഒരു സമൂഹമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടോ അല്ല. നാച്ചുറലായിട്ടുള്ള രത്നങ്ങൾക്ക് പ്രകൃതി കൊടുത്തിരിക്കുന്ന റേഡിയേഷൻ പവർ എന്ന് പറയുന്നത് മിനറൽസുകൾ അതിലേക്ക് ആഡാകപ്പെട്ടത് കൊണ്ടാണ്. അപ്പോൾ ഈ മിനറൽസ് ആ കല്ലിൽ ഉണ്ടാവുമ്പോൾ ഇത് ധരിക്കുന്ന ഒരാൾക്ക് അതിൻ്റെ ഒരു എനർജി എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും. ബ്ലൂ സഫയർ ധരിക്കേണ്ട ഒരാൾക്ക് ആ ബ്ലൂ സഫയർ ധരിക്കുന്നത് കൊണ്ട് എങ്ങനെ ഗുണം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നമ്മളെപ്പോഴും എല്ലാ വിഷയങ്ങളെയും കാണുമ്പോൾ മനുഷ്യ സഹജമാണ്. എല്ലാത്തിനെയും നെഗറ്റീവും ഉണ്ട്, പോസിറ്റീവും ഉണ്ട്. നമ്മൾ എല്ലാ വിഷയങ്ങളിലും നല്ലത് മാത്രം ആരും പറയാറില്ല. മോശവും പറയും. മോശം പറയുന്നത് കേൾക്കണം, നല്ലത് പറയുന്നതും കേൾക്കണം. അറിവെന്ന് പറയുന്നത് ആർക്കും പകർന്നു കൊടുക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല. പക്ഷെ നമ്മുടെ അറിവ്, നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ നിജസ്ഥിതി, അതിൻ്റെ ശാസ്ത്രീയമായ വശങ്ങൾ, അതെല്ലാത്തിനെക്കുറിച്ചും രത്നങ്ങളിൽ ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങൾ ഒരുപാടുള്ളതാണ് രത്നങ്ങൾ. ആ രത്നങ്ങളെ കൃത്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ ബോഡിയിലേക്ക് ഉണ്ടാകുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റിലേക്ക് കടത്തിവിടുമ്പോൾ അതിൻ്റെ തെറാപ്പി കൊണ്ട് അതൊരു പോസിറ്റീവ് ഫോർമേഷൻ രൂപാന്തരപ്പെടുന്നു. അങ്ങനെയാണ് രത്നങ്ങൾ ധരിക്കുമ്പോൾ നിങ്ങൾക്ക് ഗുണമുണ്ടാകുന്നത്. പ്രിയമുള്ളവർ, ഞാനൊരു കാര്യം പറയട്ടെ. ഏറ്റവും കൂടുതൽ എന്നെ ഒരു ഹോണ്ട് ചെയ്തൊരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമുക്ക് എനർജി എന്ന് പറയുന്നത് ഓരോ മനുഷ്യരും അവരവരുടെ തോട്ട്സിൻ്റെ ചിന്തകളുടെ അടിസ്ഥാനത്തിലാണ്. ആരോഗ്യം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടാവാം, മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ കൊണ്ട് ബ്ലഡ് പ്രഷർ, അങ്ങനെയുള്ള പ്രമേഹം പോലുള്ള രോഗങ്ങൾ ഉണ്ടാവുന്നവരുണ്ടാവാം. അപ്പോൾ ഇതിലൊക്കെ മനസ്സിൻ്റെ ഒരു റിയാക്ഷൻ വളരെ വലുതാണ്. അപ്പോൾ നമ്മുടെ ആരോഗ്യമാണ് എല്ലാത്തിലും പ്രധാനം. നിനക്ക് സമ്പത്തുണ്ടെന്നിരിക്കട്ടെ, നിനക്ക് ആഡംബരമായിട്ടുള്ള വാഹനങ്ങളുണ്ടെന്നിരിക്കട്ടെ, നിനക്ക് ഇട്ടുകൂടാൻ പറ്റുന്ന രീതിയിൽ ധനമുണ്ടെന്നിരിക്കട്ടെ, പക്ഷേ ആരോഗ്യമില്ലെങ്കിൽ വട്ടപൂജ്യമാണെന്നുള്ളൊരു ബോധ്യം നമ്മുടെ ഒരു പുതുതലമുറയ്ക്ക് ഉണ്ടാകണമെന്നുള്ള വിനീതമായൊരു അഭ്യർത്ഥനയും ഉണ്ട്. കാരണം ആരോഗ്യമില്ലാത്ത വ്യക്തി ഉപയോഗശൂന്യമായ പേപ്പർ കഷ്ണം പോലെയാണ് എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എന്തും നമുക്ക് നേടാൻ പറ്റുള്ളൂ. നമ്മുടെ ആരോഗ്യം എപ്പോഴും വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അതിനെ കാത്തു സൂക്ഷിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. അതുപോലെ തന്നെ ഞാൻ ഈ ആരോഗ്യത്തെക്കുറിച്ച് പറയുന്നത്, ചില കാര്യങ്ങൾ നമുക്കുണ്ടാവുന്ന എനർജി കൊണ്ട് ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം നമുക്ക് ടെൻഷനാണ്, ഒരുപാട് ടെൻഷൻസിൻ്റെ കാലഘട്ടത്തിലൂടെയാണ്. എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവും, എല്ലാവർക്കും ഓരോരോ വിഷയങ്ങളാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരുണ്ട്, കടബാധ്യതയുള്ളവരുണ്ട്, അല്ലാതെ തന്നെ എല്ലാം ഉണ്ട്. കടമില്ല, സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടുമില്ല, അവർക്കെല്ലാം ഉണ്ട്. പക്ഷെ മനസ്സമാധാനമില്ല, കുടുംബാന്തരീക്ഷം കൊണ്ട് സമാധാനമില്ല. നമ്മൾ തന്നെ വാർത്തകളൊക്കെ ഒരുപാട് കേൾക്കാറില്ലേ? അച്ഛൻ ഗൾഫിലാണ്. നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ സംഭവിച്ചൊരു കാര്യമാണ്. അച്ഛൻ ഗൾഫിലാണ്, ആ വെഞ്ഞാറമൂട്, ആ കൊലപാതകം, 5 പേര്. അപ്പോൾ എല്ലാം നമുക്കുണ്ടെങ്കിലും ഓരോ വിഷയങ്ങൾ ഓരോരുത്തർക്കും ഉണ്ട്. അപ്പോൾ ഇതൊന്നും എല്ലാ വിഷയങ്ങളും പരിഹരിക്കാൻ പറ്റുന്നൊരു സ്രോതസ്സായിട്ട് രത്നത്തെ ഞാൻ ഒരിക്കലും നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നില്ല. രത്നമെന്ന് പറയുന്നത് നമുക്കുണ്ടാവുന്ന ഒരു സെൽഫ് തെറാപ്പി, നമുക്കുണ്ടാകുന്ന ഒരു പോസിറ്റിവിറ്റി നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേടാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ, എന്തും നേടാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മുടെ ചിന്തകളാണ്, നല്ല ചിന്തകളും നല്ല പ്രതീക്ഷകളുമായിട്ടാണ് പോകുന്നു എന്നുണ്ടെങ്കിൽ നല്ലതിലേക്ക് എത്തും എന്നുള്ള കാര്യം സംശയമില്ല. എന്നെ ഒരു കുട്ടി വിളിച്ചിട്ട് പറഞ്ഞതാണ്, സാറേ ഞാൻ വിമാനത്തിൽ യാത്ര ചെയ്യും, ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും വിദേശത്തുമൊക്കെ വിമാനയാത്ര ചെയ്യും. പക്ഷേ ഞാൻ ഈ വിമാനയാത്ര ചെയ്യുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ആ വിമാനം ക്രാഷ് ആവുന്നു എന്നുള്ളതാണ്. എൻ്റെ ചിന്ത അതാണ്, ഞാൻ പോകുമ്പോൾ വിമാനം ക്രാഷ് ആകുന്നു. പക്ഷേ ഈ ക്രാഷായി കഴിഞ്ഞതിന് ശേഷം
1 മാസത്തെ ഗ്യാപ്പിനുള്ളിലെങ്കിലും ഏതെങ്കിലും ഒരു വിമാന അപകടം ഉണ്ടായി എന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ ഇതെന്താണ്, ഇതിൻ്റെ ഒരു കാര്യം എന്താണ്? എൻ്റെ ഉള്ളിലുള്ളൊരു നെഗറ്റീവ് തോട്ട്സ് ആണോ? അത് ഞാൻ രക്തം ധരിച്ചാൽ മാറുമോ? ചോദ്യങ്ങളാണ്. വിവിധ തരം ചോദ്യങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അതിൽ മനോഹരമായ ചോദ്യങ്ങളുമുണ്ട്, ചിരിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളുമുണ്ട്, തമാശ രൂപേണ കളയാൻ പറ്റുന്ന ചോദ്യങ്ങളുമുണ്ട്. അതിൽ ഈ ചോദ്യത്തിലൊരു പ്രസക്തിയുണ്ട്. നമ്മൾ വിമാനത്തിൽ കയറുന്നതിന് മുമ്പ് അവരുടെ ചിന്ത ആ വിമാനം തകരുമെന്നാണ്. അപ്പോൾ എന്തുമാത്രം നെഗറ്റീവ് തോട്ട്സാണ് അവർ ചിന്തിക്കുന്നത്? നമ്മൾ ചിന്തിച്ചാൽ അത് സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിങ്ങൾ ഒരു നെഗറ്റീവ് ചിന്തിക്കുമ്പോൾ സംഭവിക്കുന്നെങ്കിൽ നിങ്ങളൊരു പോസിറ്റീവ് ചിന്തിച്ചാലും സംഭവിക്കണം. എന്തുകൊണ്ട് പോസിറ്റീവ് ചിന്തിക്കുന്നവർക്ക് സംഭവിക്കുന്നില്ല? നമ്മൾ നെഗറ്റീവ് തോട്ട്സ്, ആ ചിന്ത മാത്രമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് പോവാണ്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു ബാങ്ക് ബാധ്യത ഉള്ളവർ ബാങ്കിന് ആ ധനം കൊടുത്ത് തീർക്കണം. പക്ഷെ ബാങ്കുകാർ നാളെ വീട്ടിലേക്ക് വരികയാണ്. ഒരാഴ്ചയ്ക്ക് മുമ്പേ നമ്മൾ ഈ ബാങ്കിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കും. ചിന്തിച്ച് നാളെ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ വരും. പക്ഷേ നമ്മൾ ആ ബാധ്യത തീർന്നു, നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്, നമുക്ക് ദൈവം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് തരും എന്നുള്ള രീതിയിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റോട് കൂടി ചിന്തിച്ചാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ആ ഒരു ബാങ്കിൽ അവർ വരുമ്പോൾ കുറച്ചെങ്കിലും ബാധ്യത അടയ്ക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാകും. എല്ലാ മനുഷ്യർക്കും ബുദ്ധിമുട്ടുണ്ട്, എല്ലാ മനുഷ്യർക്കും പ്രശ്നങ്ങളുണ്ട്. ഈ ഇരുന്ന് സംസാരിക്കുന്ന എനിക്കും ബുദ്ധിമുട്ടുകളുണ്ടാവാം, നിങ്ങൾക്കും ഉണ്ട്. എല്ലാ മനുഷ്യരും എല്ലാം തികഞ്ഞവരൊന്നുമല്ല. നമ്മളെല്ലാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ തുല്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിറവേറ്റി വേണം മരണത്തിലേക്ക് പോകാൻ വേണ്ടി. അപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വിഷമം അഭിമുഖീകരിക്കും, സന്തോഷം അഭിമുഖീകരിക്കും. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് അനുഭവിച്ചിട്ട് സന്തോഷം അനുഭവിക്കുന്ന ഒരു അനുഭൂതിയാണ്. അതുപോലെ വിഷമം വരുമ്പോഴും വിഷമം ഇതാണ്. അപ്പം ജീവിതത്തിൽ ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കം ഉണ്ടെന്ന് പറയും പോലെ എന്തിനേയും നമ്മൾ നേരിടാനും വളരെ പോസിറ്റീവായിട്ട് അതിനെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാനും സാധിക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ഈ ബ്ലൂസ് അഫെയറിലേക്ക്, നമ്മുടെ വിഷയം കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് മാറിയപ്പോൾ ബ്ലൂസ് അഫെയറിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ബ്ലൂസ് അഫെയർ ഏറ്റവും നല്ല മോസ്റ്റ് പ്രീഷ്യസ് ആയിട്ടുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ബ്ലൂസ് അഫെയർ കിട്ടുന്ന മൈൻസ് ഉണ്ട്. അപ്പോൾ മൈൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല ബ്ലൂസ് അഫെയർ കിട്ടുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയിലെ കാശ്മീരാണ്, കാശ്മീരി മൈൻ. പക്ഷേ നിർഭാഗ്യവശാൽ വളരെ വളരെ കുറവാണ് കാശ്മീരി ബ്ലൂസ് അഫെയർ കിട്ടുക എന്നുള്ളത്. അതിൻ്റെ പ്രൊഡക്ഷൻ വരെ സ്റ്റോപ്പ് ഔട്ടാണെന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. പക്ഷേ വളരെ റെയറായിട്ട് മാത്രമേ കിട്ടൂ. തെന്നിയും തെറിച്ചുമൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിന് ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള രീതിയിലുള്ളത്. പക്ഷേ ബർമയിൽ ബ്ലൂസ് അഫെയറിൻ്റെ മൈനുണ്ട്. പക്ഷേ അവിടെ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റൂബിയുടെ മൈനാണ് ബർമയിലെ ഏറ്റവും പ്രീഷ്യസ് ആയിട്ട് കാണുന്നത്. പക്ഷേ ബ്ലൂസ് അഫെയറും അവിടെ ഉണ്ട്. ഓസ്ട്രേലിയ, തായ്ലൻഡ് ബ്ലൂസ് അഫെയറിൻ്റെ മൈനുണ്ട്. ക്വാളിറ്റി ബേസിലാണ് ഞാൻ പറയുന്നത്. എന്തിനു പറയുന്നു, നമ്മുടെ അമേരിക്കയിൽ ബ്ലൂസ് അഫെയറിൻ്റെ മൈനുണ്ട്. അപ്പോൾ ഈ ബ്ലൂ എന്ന് പറയുന്നത്, നിങ്ങൾ ഈ നമ്മുടെ ദൃശ്യമാധ്യമങ്ങളൊക്കെ കാണുന്നവരാണ്, ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നവരാണ്, ബ്ലൂസ് അഫെയറിനെ കുറിച്ച് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ ദ ലോട്ട് ഓഫ് സ്റ്റോറി, അതിൻ്റെ ഡെഫിനിഷൻസ്, അതിൻ്റെ മീനിങ്സ്. ഈ ബ്ലൂസ് അഫെയർ എന്ന് പറയുന്നത് ഇത്രയും ഹൈ പ്രീഷ്യസ് സ്റ്റോൺസ് ആയിട്ട്, വിലമതിക്കാൻ പറ്റാത്ത സ്റ്റോണായിട്ട് കാണപ്പെടുന്നതും കരുതുന്നതും ഇതിലടങ്ങിയിരിക്കുന്ന മിനറൽസും ഇതുണ്ടാക്കുന്ന ഒരു ബ്യൂട്ടിയാണ്. ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂസ് അഫെയർ നമ്മൾ എടുക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സ്മൂത്ത്നെസ് ഉണ്ട്. ഞാൻ പറയുന്നത് ഹൈ ക്വാളിറ്റി ബ്ലൂസ് അഫെയറിനെ കുറിച്ചാണ്. അതിൻ്റെ ഏറ്റവും താഴത്തെ സ്റ്റേജിൽ ഒപ്പാക്ക് അടിച്ച്, ഈ ഒപ്പാക്ക് എന്ന് ഞാൻ എപ്പോഴും പറയും. എന്താണ് ഒപ്പാക്ക്? ഒപ്പാക്ക് എന്ന് പറയുന്നത് കല്ലിലേക്ക് കറക്റ്റായിട്ട് പ്രകാശം പോവാതെ അതിലൊരു മേഘാവൃതമായിട്ടുള്ളൊരു അന്തരീക്ഷം ഉണ്ടാവും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഒപ്പാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കല്ല് ഒപ്പാക്കായിട്ട് വരുന്ന കല്ലുകളൊക്കെ സ്ക്രാച്ച് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ എന്ന് പറയുന്നത് ഒരു കാരണവശാലും നമ്മുടെ കയ്യിലോ നമ്മുടെ ശരീരത്തിലോ ധരിക്കാൻ പാടില്ല. മിനിമം ഒരു 50 വയസ്സുള്ള ഒരാൾ
ബ്ലൂ സഫയർ ധരിക്കണമെങ്കിൽ അദ്ദേഹം കൃത്യമായിട്ട് 5 മുതൽ 8 ക്യാരറ്റിനകത്ത് ധരിച്ചിരിക്കണം. അതേസമയം 85 കിലോയുള്ള ഒരാൾ ബ്ലൂ സഫയർ ധരിക്കണമെങ്കിൽ 8 മുതൽ 13 ക്യാരറ്റിനകത്ത് ധരിച്ചിരിക്കണം. 120 ആണെങ്കിൽ 16 ക്യാരറ്റ്, 17 ക്യാരറ്റ്. ഇതാണ് ഇതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള റിഡക്ഷൻ. അപ്പോൾ ഈ സയൻറ്റിഫിക്കായിട്ട് ഇതിനെ എന്തുകൊണ്ട് ഇങ്ങനെ ഇത് കാൽക്കുലേറ്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ, നമ്മുടെ ബോഡി വെയിറ്റ് ആണ് ഈ റേഡിയേഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ആനുപാതികം. അതായത് ബോഡി വെയിറ്റിൻ്റെ അതേ റേഷ്യോ, ആ റേഷ്യോയുടെ ആനുപാതികമാണ് ധരിക്കേണ്ട രത്നത്തിൻ്റെ ക്യാരറ്റ്. ഒരു ക്യാരറ്റ് എന്ന് പറയുന്ന 5 ഗ്രാമാണ്. അപ്പോൾ ഈ 5 ഗ്രാമിലെ 1 ക്യാരറ്റ്, അപ്പോൾ 8 ക്യാരറ്റ് ധരിക്കുമ്പോൾ 40 ഗ്രാമായി. അപ്പം നാച്ചുറലായിട്ട് ധരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ, അല്ലെങ്കിൽ ആരാണോ ധരിക്കുന്ന അവരുടെ ശരീരത്തിലേക്ക് ഉണ്ടാകുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ഫീൽ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഈ ബ്ലൂ സഫയറിൻ്റെ എല്ലാ ഘടനകളും, അതിലുണ്ടാകുന്ന മോളിക്യൂൾസ്, അതിലുണ്ടാകുന്ന ഒരു ഫോർമേഷൻ, അതുപോലെ തന്നെ ഇരുമ്പിൻ്റെ കണ്ടന്റ് ചില സമയങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുമ്പോൾ ചില ബ്ലൂ സഫയർ, അതായത് കുറഞ്ഞ സ്പീഷീസിൽ വരുന്നതിൽ പിങ്കിഷ് അല്ലെങ്കിൽ ബ്ലൂ ഇങ്ങനെ ഒരു കളറിലേക്ക് വരും. പക്ഷെ അത് എല്ലാവരും പറയും, പൊതുവിൽ പറയുന്നൊരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബ്ലൂ സഫയറിൻ്റെ കളർ ചേഞ്ച് അല്ല. അതായത് നമ്മൾ അടങ്ങിയിരിക്കുന്ന മിനറൽസ് ചില രത്നങ്ങളിൽ, അതായത് ബ്ലൂ സഫയറിൻ്റെ ചില മൈൻസിൽ നിന്ന് കിട്ടുന്നതിൽ കൂടുതലായിട്ട് അടങ്ങിയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഈ പ്രകാശം പതിക്കുന്ന സമയത്ത് തന്നെ അതിൽ 2 റിഫ്ലക്ഷൻ കാണിക്കും. അല്ല, ബ്ലൂ സഫയർ എന്ന് പറയുന്നത് സ്കൈ ബ്ലൂ, ഇറ്റ്സ് ബ്യൂട്ടി. കട്ട ബ്ലൂ ആയിട്ടിരിക്കുന്നത് ഭയങ്കര ക്വാളിറ്റിയുള്ള ബ്ലൂ സഫയർ എന്ന് ആരും ധരിക്കരുത്. നാച്ചുറലായിട്ട് കിട്ടുന്നതിനല്ല. യെല്ലോ സഫയർ ആണെങ്കിൽ ചന്ദനത്തിൻ്റെ കളറാണ് നാച്ചുറലായിട്ട് കിട്ടുന്നത്. അതേപോലെ ബ്ലൂ സഫയർ എന്ന് പറയുന്നത് സ്കൈ ബ്ലൂ ആണ്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് ഒരുപാട് മെഷർമെൻ്റ് ഉണ്ട്. ഞങ്ങളൊരു സ്റ്റോണ്, ശാന്ത റോയൽ ജെംസ് ആൻഡ് ഡയമണ്ട്സ്, ഒരു സ്റ്റോൺസ് ഞങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ആ സ്റ്റോൺസിൻ്റെ എല്ലാ ഘട്ടങ്ങളും പരിശോധിച്ച് അത് സർട്ടിഫൈ ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ മാർക്കറ്റിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അതിനെ മനസ്സിലാക്കി, അതിനെ പഠിച്ച് കൃത്യമായിട്ട് ബോധ്യപ്പെട്ട് ഏറ്റവും നല്ല ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് അതിലേറ്റവും നല്ല ഗുണം അനുഭവപ്പെടാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ബ്ലൂ സഫയറിൻ്റെ ഓരോ ഘട്ടങ്ങളെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിനു മുമ്പ് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ബ്ലൂ സഫയറിനെ കുറിച്ച് സംസാരിക്കാൻ ഒരുപാട് വിഷയങ്ങളുമുണ്ട്, ആരോഗ്യപരമായിട്ടുള്ള വിഷയങ്ങളുണ്ട്. അതുപോലെ തന്നെ എനർജി നമ്മളൊന്ന് എന്താ പറയുക, ഇപ്പം ഞാനൊരു ഒരു നെഗറ്റീവ് എനർജിയിൽ ഇരിക്കുക, എന്നെ ഒന്ന് പോസിറ്റീവ് ആക്കി മാറ്റാൻ ബ്ലൂ സഫയർ ധരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. അത് നമുക്കെപ്പോഴും ഓരോ രത്നങ്ങൾ ധരിക്കുമ്പോൾ അതിൻ്റെ ഓരോ ഗുണങ്ങളുണ്ട്. അതുപോലെ ബ്ലൂ സഫയർ ധരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ പുതിയ അവസരങ്ങൾ നമുക്ക് തുറന്നു കിട്ടും. ശ്രേഷ്ഠമായിട്ടുള്ള നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഒരാൾക്ക് അയാളുടെ കയ്യിൽ പൈസയൊന്നുമില്ല, ബിസിനസ്സും ഇല്ല, അയാൾക്ക് പുതിയൊരു അവസരം, ഓപ്പർച്യൂണിറ്റീസ് വിചാരിക്കാത്ത തലങ്ങളിൽ നിന്നൊക്കെ തുറന്നു കിട്ടും. യാത്ര ചെയ്യുക, സുഗമമായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കും. ഇതാണ് ഈ ബ്ലൂ സഫയർ കൊണ്ടുണ്ടാവുന്നത്. ശനിദോഷം മാറ്റുന്നത്. ശനിദോഷം എന്താ? ശനി എന്ന് പറയുന്നത് 3 ഘട്ടങ്ങളായിട്ട്, അതായത് കണ്ടകശനി എന്നുള്ളൊരു ഇതുണ്ട്. നമ്മുടെ വിശ്വാസപ്രകാരം എല്ലാ മനുഷ്യർക്കും ശനി ബാധിക്കാം, ദോഷ സമയമാണ്. അവനൊരു ദോഷ സമയം ഉണ്ടാകുമ്പോൾ ശനി ബാധിക്കുമ്പോൾ അതിനെ റിയാക്ഷനോടുകൂടി പിടിച്ചു നിർത്താൻ കപ്പാസിറ്റിയുള്ള സ്റ്റോണാണ് ബ്ലൂ സഫയർ. അപ്പോൾ ഈ ശനീശ്വര ഭഗവാന്റെ സ്റ്റോൺ എന്ന് പറയുമ്പം അത്രയും ആത്മീയപരമായിട്ടും അതിനത്രയും വാല്യൂ ഉണ്ട്. അതിനെ കാണുമ്പോൾ അതിൻ്റെ ബ്യൂട്ടിക്കും ഒരു വാല്യൂ ഉണ്ട്. അത് ധരിക്കുന്നവർക്കും അതേ വാല്യൂ പ്രൊവൈഡ് ചെയ്യുമെന്നുള്ളതാണ് ബ്ലൂ സഫയറിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം ഞാനിന്ന് ബ്ലൂ സഫയറിൻ്റെ വിവിധ അതിലടങ്ങിയിരിക്കുന്ന ധാതുക്കൾ, അതിൻ്റെ കളറ്, അത് കൊണ്ട് ഇടുമ്പോഴുണ്ടാകുന്ന ഗുണങ്ങൾ, ഇതിനെക്കുറിച്ചെല്ലാം ഞാൻ പറഞ്ഞു. ഇപ്പോൾ ബ്ലൂ സഫയർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ശനി, ഇപ്പോൾ ഏഴരണ്ട ശനി, കണ്ടകശനി എന്നൊക്കെ ഉള്ളത് അത് ഒരു ഭയങ്കര വിഷയമാണ്. ഞാൻ അനിഴ നക്ഷത്രമാണ്. എനിക്ക് ഏഴരണ്ട ശനി, ഞാൻ ശനിയിൽ ജനിച്ച ആളാണ്. അപ്പോൾ എൻ്റെ ബർത്ത് സ്റ്റോണായിട്ട് എനിക്ക് സ്വാഭാവികമായിട്ടും വരിക എന്ന് പറയുന്നത് ബ്ലൂ സഫയറാണ്. അപ്പോൾ ഈ ബ്ലൂ സഫയർ നമ്മൾ ശനീശ്വരൻ്റെ സ്റ്റോണായിട്ട് അറിയപ്പെടുന്നുണ്ടെങ്കിൽ കണ്ടകശനി എന്ന് പറയുന്നത് മോസ്റ്റ് പവർഫുള്ളാണ്. ആ ശനിയിൽ ഇനി ഏത് വ്യക്തിക്കായാലും ശരി,
ഏഴരാണ്ട ശനിയോ കണ്ടക ശനിയോ ഒക്കെ ഞാൻ ജ്യോത്സ്യനല്ല, ഞാൻ കൃത്യമായിട്ട് പറയുന്നതാണ്, സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. ബാധിച്ചാൽ അതിൽ അനുഭവയോഗ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അനുഭവിക്കുക എന്നുള്ളതാണ്. അതിൽ ഒരു റെമഡീസായിട്ടും നമുക്ക് രത്നങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ തീവ്രത കുറയ്ക്കാൻ പറ്റും, അതിൻ്റെ കാഠിന്യത്തെ കുറയ്ക്കാൻ പറ്റും. 100% അതിൻ്റെ കാഠിന്യത്തെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതേ സമയത്ത് ഫുള്ളായിട്ട് ശനിയിൽ അപഹാരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധ്യമല്ല. അതേ സമയത്ത് ശനി എല്ലാം നഷ്ടപ്പെടുത്തിയാലും നമ്മളെ എത്രത്തോളം വേദനിപ്പിച്ചാലും നമ്മളൊന്ന് നേരെയാക്കി, ഒന്ന് ക്ലിയർ ആക്കി, ഒന്ന് മോൾഡ് ചെയ്തെടുക്കുക എന്നുള്ള ഉത്തരവാദിത്വമാണ് ഈ കണ്ടക ശനി, ഏഴരാണ്ട ശനിയൊക്കെ കൂടി ഉള്ളതെന്നാണ് ശാസ്ത്രം. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം ശനി തന്നെ തിരിച്ചു തരും. ശനീശ്വര ഭഗവാൻ എപ്പോഴും കൊടുക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാണ്. നല്ല ശനി ഇപ്പോൾ എനിക്കൊരു ശനി ദശയാണ്, എനിക്ക് 7-2 കണ്ടക ശനി ഒന്നുമില്ല, ശനി ദശ. ശനി നല്ല കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ശനി നമുക്ക് ചിലർക്ക് ശനിയിൽ നിൽക്കുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ സാമ്പത്തികം കിട്ടും. പക്ഷേ ഒരു സമയം കഴിയുമ്പോൾ അത് കൃത്യമായിട്ടുള്ള ഭയങ്കര പ്രശ്നങ്ങളും ഭയങ്കര ബുദ്ധിമുട്ടുകളും ഒക്കെ ആയി മാറി നമ്മൾ പറയുന്നത് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇന്ദ്രനീലം മനോഹരമാണ്. ശനീശ്വരൻ സ്നേഹമുള്ള ഭഗവാനുമാണ്. ചിന്തകളാണ് നമ്മളെ നേർവഴിയിലേക്ക് നയിക്കുന്നത്. ചിന്തകൾ എപ്പോഴും സുതാര്യമായി പോസിറ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടി എപ്പോഴും ശ്രമിക്കണം. മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ ചുവരിൽ തൂക്കുന്നത് മനോഹാരിത ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴും മനോഹരമായിട്ടുള്ള ചിത്രങ്ങളായി, മനോഹരമായിട്ടുള്ള പുഞ്ചിരിയായിട്ട് നമുക്ക് ഓരോ ദിവസത്തെയും വരവേൽക്കാം. അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.